ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എൻ്റെ ക്യൂട്ട് ഗപ്പികളുടെ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു കൊച്ചു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് എൻ്റെ ഐഡിയയിൽ അതാണ് വന്നത്. അപ്പം വലിയ ടാങ്കൊന്നുമല്ല, മീനൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റത്തില്ല. വലിയ മീൻ ഒരുപാടൊന്നുമില്ല, എന്നാലും കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി ഒരു ബക്കറ്റും കപ്പും എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ വീഡിയോ എടുത്തു തരാനായിട്ട് ആരും തന്നെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ നല്ല ക്ലീൻ വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ടാങ്കിലുള്ള സോളകളൊക്കെ മാറ്റാം ഗൈസ്. ജിബ്രു കടിച്ച് നാശാക്കിയതാണ് ഗൈസ്, കണ്ടില്ലേ? ഞാനിതങ്ങനെ മാറ്റി കൊടുക്കുവാണ്. അയ്യോ, ചാടിപ്പോയി. ഇപ്പം നിലത്ത് പോയാണ്. ഇതിന് പിടിക്കാൻ ഭയങ്കര പാടാണ്. ഈ വെള്ളമാണെങ്കിൽ മൊത്തം കറുത്തിരിക്കണതുകൊണ്ട് ഒന്നും കാണാനും പറ്റുന്നില്ല. അങ്ങനെ മീനിൻ്റെ ടാങ്ക് ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഇതെല്ലാം ജിബ്രു കടിച്ചിങ്ങനെ ആക്കിയതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, മീൻ ഇതിലിരുന്നോളും. ഇനി എൻ്റെ മീൻ ഇവിടെ ഉണ്ട്, സേഫാണ്. ഇനി ഇതുങ്ങൾ അതിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ കല്ല് എനിക്ക് ഋഷികേശിൽ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. 5-6 വർഷം മുന്നേ. ഇതിൻ്റെ പായൽ മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കല്ലാണ്. പക്ഷെ പായൽ മാറ്റേണ്ടത്, മീൻ കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് ഇതിലുള്ളത്, ഈ പായൽ. ഇതൊരു വെറൈറ്റി പായലാണ്. മീന് പോയി ഗൈസ്. അയ്യോ, ഇതിനെങ്ങനെ പിടിക്കുക? ഓക്കെ, അയ്യോ. അപ്പം എൻ്റെ ക്യൂട്ട് ഗപ്പികളുടെ ടാങ്ക് ക്ലീനിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു ഗൈസ്. ഓക്കെ, ബൈ.